ഹലോ നമസ്കാരം. ഇന്ന് ഒരു സ്വീറ്റാണ് കേട്ടോ, മധുരമാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് നട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അങ്ങോട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇതിനെ നമുക്ക് നെയ്യിൽ വറുത്ത് കോരണം കേട്ടോ. ഒന്ന് വറുത്തതിന് ശേഷം ഞാനിതിനെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒന്നുകിൽ പൊടിക്കുക അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്യുക. അതിലേക്ക് 1 കപ്പ് റവയാണ്, ഏറ്റവും ചെറിയ നേരിയ റവയില്ലേ, ചിരോട്ടി റവ എന്ന് പറയുന്ന റവയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നെയ്യിലാണ് കേട്ടോ, നെയ്യിലെടുക്കണം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ 1 കപ്പ് റവ എടുത്താൽ ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാര പൊടിച്ചത് കൂടെ അതിനകത്തേക്ക് ചേർക്കണം. അപ്പോഴേക്കും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാര ഇട്ടതിന് ശേഷം പിന്നെ ഒത്തിരി അങ്ങ് കത്തിച്ച് സ്റ്റൗ ഓൺ ചെയ്യരുത്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ഇട്ടത്. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചേക്കുമായിരുന്നു. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ സാധനങ്ങളൊക്കെ ചേർന്ന് നമുക്ക് ഒരു മിക്സറിലിട്ട് ഒരല്പം ഞാൻ ചേർത്തത് പാൽപ്പൊടിയാണ്, പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കണേ. കുറച്ചൊരു പാടുണ്ടാവും, എന്നാലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും കേട്ടോ. അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ നമ്മുടെ ഇതിൽ തന്നെ മാറ്റണമെന്നില്ല, കടായി തന്നെ മാറ്റണമെന്നില്ല, വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാലും മതി. അങ്ങനെ എല്ലാം കൂടെ കടായിലോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ള നെയ്യോ എന്താണ് നമ്മുടെ ഇഷ്ടം, പിന്നെ ഏലക്കായ ചേർക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്താണ് പാലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സാധാരണ റവ ലഡു ഉണ്ടാക്കുന്നില്ലേ, അതേ പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ഞാൻ കുറച്ച് ഡ്രൈ ഗ്രേപ്സ് കൂടെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിക്കും. അങ്ങനെ നമ്മുടെ ലഡുവിൻ്റെ ഈ കൂട്ട് എല്ലാം നല്ല രീതിയിൽ തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ലഡുകളാക്കിയിട്ട് ഇതിനെ ഉരുട്ടിയെടുക്കാം. ഇതിന് വേണമെങ്കിൽ വേറെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. മോദകത്തിൻ്റെ ഷേപ്പിലോ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പം ഇതിനെ ലഡുകളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതും ശരിക്കും ഇതിനകത്തേക്ക് നല്ല രീതിയിൽ നമ്മൾ നട്ട്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ നല്ല, അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കമൻറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.